ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ആദരപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏതാനും നിമിഷങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം. സ്നേഹത്തോടെ നോക്കാം, ഭക്തിയോടെ നോക്കാം, ആദരവോടെ നോക്കാം. കർത്താവിനെ സ്നേഹിക്കാം, സ്നേഹമായ ദൈവത്തെ നമുക്ക് അനുഭവിക്കാം. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരും. നമ്മുടെ ജീവിതം തന്നെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. എഫേസസ് 4:16 നമ്മിൽ നിറവേറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി ചെയ്യേണ്ടതിന് ദൈവസ്നേഹത്തിൽ രൂപപ്പെടണം. കർത്താവേ, ഈ ആരാധനയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ആത്മാവിനെ അവിടുന്ന് രൂപപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവസ്നേഹത്തിൽ രൂപപ്പെട്ട വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ദൈവനാമത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും എളുപ്പമായിരിക്കും. ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 139 ഈ ആരാധനയിൽ നമ്മെ നയിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ 10 വചനങ്ങൾ. നമ്മുടെ ദൈവം നമ്മുടെ സകല കാര്യങ്ങളും അറിയുന്ന ദൈവമാണെന്ന് വചനം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ ദൈവം നമ്മുടെ സകല കാര്യങ്ങളും സകല രഹസ്യങ്ങളും അറിയുന്ന ദൈവമാണ്. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിക്കുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്കെൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ, അത് അവിടുന്ന് അറിയുന്നു.
മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലതുകൈ എന്നെ പിടിച്ച് നടത്തും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് പ്രത്യാശ പകരുന്ന കാര്യങ്ങൾ ഈ വചനഭാഗത്തുണ്ട്. അതുപോലെ തന്നെ നമ്മെ ഒരുപക്ഷെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ടെന്ന് പറയാൻ പറ്റും. കാരണം നമുക്കാർക്കും രഹസ്യമില്ല. കർത്താവ് പറയാണ്, സകല കാര്യങ്ങളും, നിൻ്റെ സകല കാര്യങ്ങളും ഞാൻ അറിയുന്നു. നിൻ്റെ നടപ്പും നിൻ്റെ കിടപ്പും നിൻ്റെ എഴുന്നേൽപ്പും നിൻ്റെ വിചാരങ്ങളും നിൻ്റെ സംസാരങ്ങളും സകല കാര്യങ്ങളും ഞാൻ അറിയുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരു ബോധ്യം നമുക്കുണ്ടായാൽ, ഒന്ന്, നമുക്ക് നമ്മെ അറിയുന്ന ദൈവമുണ്ട്, നമ്മെക്കുറിച്ച് വിചാരമുള്ളൊരു ദൈവമുണ്ട്. ആ ദൈവം സകലതും അറിയുന്നുണ്ട്. മനുഷ്യരെന്ത് പറഞ്ഞാലും ദൈവത്തിന് എന്നെ അറിയാം. മനുഷ്യരെന്നെ കൈവിട്ടാലും ദൈവം എൻ്റെ കൂടെ നിൽക്കും എന്ന് ചിന്തിക്കാൻ പറ്റും. അത് നമുക്കൊരുപാട് പ്രത്യാശയും സമാധാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം നമ്മൾ പരമരഹസ്യമായി ചെയ്ത തെറ്റുകളും പാപങ്ങളും കർത്താവ് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ആശ്വാസം മറ്റാരും കണ്ടിട്ടില്ല എന്നുള്ളതായിരിക്കാം. പക്ഷെ കർത്താവ് സകലതും കാണുന്ന ദൈവമാണ്. ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കാൻ പോകുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ഹൃദയമുയർത്തി മനമുയർത്തി ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവസാന്നിധ്യം കൊണ്ട് നിറയും. ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ,
എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? എല്ലാവരും ചേർന്ന്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വൃന്ദങ്ങളോട് ചേർന്ന് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മഹനീയ നാമം ഞങ്ങൾ ഉയർത്തുന്നു. ആ നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങള്, മനസ്സിന്റെ നൊമ്പരങ്ങള്, ശരീരത്തിന്റെ രോഗങ്ങൾ അവിടുത്തെ പക്കലേക്ക് ഉയർത്തി ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മീയ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആന്തരിക സൗന്ദര്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മീയ ആനന്ദം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്വസ്ഥാനങ്ങളിരുന്ന് സ്വസ്ഥമായിട്ട് കർത്താവിൻ്റെ മുമ്പിലിരുന്ന് അവിടുത്തോട് സംസാരിക്കാം. അവിടുത്തെ സ്നേഹത്തിൽ നമുക്ക് ലയിക്കാം. ദൈവാത്മാവ് നൽകുന്ന പ്രചോദന പ്രകാരം ഈശോയിലേക്ക് നമുക്ക് തിരിയാം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ സ്നേഹ വലയത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മെ അറിയുന്ന ദൈവം, നമ്മുടെ സകല കാര്യങ്ങളും അറിയുന്ന ദൈവം, ആ ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. നമ്മുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ അത് നമ്മെ സഹായിക്കും. ദൈവത്തെ അറിയാനും നമുക്ക് സാധിക്കും. കർത്താവേ, അരുൾ ചെയ്താലും കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഉള്ളുകൊണ്ട് ഈ പ്രാർത്ഥനയോടെ ഈശോയുടെ മുമ്പിൽ നമുക്കായിരിക്കും. രണ്ട് രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനവും ഇതേ കാര്യം, സങ്കീർത്തനം 139 പറഞ്ഞിരിക്കുന്ന കാര്യം എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നിന്റെ നടപ്പും ഇരിപ്പും കോപാവേശവും ഞാൻ അറിയുന്നു. ഇതാരെക്കുറിച്ച് പറഞ്ഞാണ് നമുക്കറിയാം? സെന്നക്കെരീബിനെ കുറിച്ച്. നീ എന്നോട് കോപിക്കുകയും
നിന്റെ അഹങ്കാരം ഞാൻ കാണുകയും ചെയ്തതുകൊണ്ട് ഇതാണ് ഞാൻ നിനക്കെതിരെ ചെയ്യാൻ പോകുന്നതെന്നും കർത്താവ് പറയുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 37:29 വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ദൈവം നമ്മുടെ സകല കാര്യങ്ങളും അറിയുന്നവനാണ്. നിഗൂഢ പ്രവർത്തികൾ പോലും ദൈവം അറിയുന്നവനാണ് എന്ന ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഗലാത്യർ 6-ാം അധ്യായം 7 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നുണ്ട്, നിനക്ക് ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. ദൈവത്തെ കബളിപ്പിക്കാൻ ഒരു മനുഷ്യനും പറ്റില്ല. നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് കർത്താവോടെ എടുത്തു പറയുന്നുണ്ട്. ജഡത്തിനായിട്ടാണ് വിതയ്ക്കുന്നത് എങ്കിൽ ജഡത്തിൽ നിന്നും നാശം കൊയ്യും. ആത്മാവിനായി വിതയ്ക്കുന്നവൻ അവൻ നിത്യജീവൻ കൊയ്തെടുക്കും. നമ്മുടെ പ്രവൃത്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ലക്ഷ്യം ശരിയായിരിക്കണം, നമ്മുടെ മനോഭാവം ശരിയായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രവൃത്തികൾ ജഡത്തിനായിട്ടുള്ളതോ ആത്മാവിനായിട്ടുള്ളതോ നമുക്ക് ചിന്തിച്ച് കണ്ടെത്താം. പ്രഭാഷകൻ 42:20 വചനമെടുത്താൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട്, ഒരു ചിന്ത നിൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ നിൻ്റെ ദൈവം അതറിയും. ഒരു വാക്ക് നിൻ്റെ നാവിൽ നിന്ന് വീഴുമ്പോൾ നിൻ്റെ ദൈവം അത് കേട്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ സകല കാര്യങ്ങളും ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവം, സർവജ്ഞാനിയായ ദൈവം, ആ ദൈവമാണ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. നമുക്ക് ആ ബോധ്യത്തോടെ ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. സഭാപ്രസംഗൻ 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ, നിന്റെ സകല നിഗൂഢ പ്രവൃത്തികളും നീതിപീഠത്തിന്മേൽ വിധി ദിവസം ഞാൻ കൊണ്ടുവരും. കഥാ പറഞ്ഞ കാര്യമാണ്. നിന്റെ സകല നിഗൂഢ പ്രവൃത്തികളും വിധി ദിവസം നീതിപീഠത്തിന്മേൽ ഞാൻ കൊണ്ടുവരും. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മരണാനന്തര ജീവിതം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വർഗത്തിലായിരിക്കേണ്ടതിന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അപ്രകാരം നമ്മൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, വീഴ്ചകൾ, പാപങ്ങൾ നമുക്ക് തിരിച്ചറിയാം. അനുദപിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ കരുണ വർഷിക്കും. നമ്മൾ ചെയ്ത പാപങ്ങളുടെ അളവിനേക്കാൾ ദൈവം നോക്കുന്നത് നമ്മുടെ അനുതാപത്തിൻ്റെ അളവാണ്. ഉരുകിയ മനസ്സ്, നുറുങ്ങിയ ഹൃദയം കർത്താവിന് നിരസിക്കാനാവില്ല. സങ്കീർത്തനം 34:18 സന്ദേശം അതാണ്. നമുക്ക് ഉരുകിയ മനസ്സോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിയാം. കർത്താവ്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ അങ്ങിൽ നിന്ന്, അങ്ങയുടെ കൃപയിൽ നിന്ന് അകന്നുപോയ വ്യക്തിയാണ്, ഞാൻ അങ്ങയെ വേദനിപ്പിച്ച വ്യക്തിയാണ്, എൻ്റെ സഹോദരങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയാണ്, സ്വാർത്ഥതയിൽ ജീവിച്ച വ്യക്തിയാണ്, മറ്റുള്ളവരെ മാനിക്കാതെ ജീവിച്ച വ്യക്തിയാണ്. എനിക്ക് മാപ്പ് തരണമേ, എൻ്റെ പാപക്കറകളെല്ലാം അവിടുന്ന് കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ അനുതാപഗാനത്തിൽ പങ്കുചേരാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ദൈവത്തിൻ്റെ കരുണ ആകാശം പോലെ ഉയർന്നു നിൽക്കുന്നതാണ്. നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേലും ദൈവം തൻ്റെ കരുണ വർഷിക്കും. ദൈവകരുണ ആവശ്യമായ
പല വ്യക്തികളെയും ഒരുപക്ഷെ നമുക്കറിയാം. വിശ്വാസമില്ലാതെ ജീവിക്കുന്നവർ, ദൈവത്തിനെതിരായി സംസാരിക്കുന്നവർ, ദൈവത്തിന് വിധേയപ്പെടാൻ വിസമ്മതിക്കുന്നവർ, കടുത്ത സ്വാർത്ഥതയിൽ കഴിയുന്നവർ, ഒരുപാട് അശുദ്ധിയിൽ മുഴുകുന്നവർ, അവർ മൂലം ദൈവത്തിനുണ്ടാകുന്ന വിഷമം, വേദന നമുക്കറിയാം. അവരെല്ലാം സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. കർത്താവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്ന് യാചിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. അല്പസമയം നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ഒഴുകുന്ന സമയമാണ്. ദിവ്യകാരുണ്യത്തിലാണ് ദൈവകരുണ നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് വിശുദ്ധർ ഏറ്റുപറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലാണ് നമ്മൾ. കർത്താവ് തൻ്റെ കരുണ കൊണ്ട് നമ്മെ നിറയ്ക്കും. നമ്മുടെ കുടുംബത്തിലേക്കും നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരിലേക്കും കർത്താവ് തൻ്റെ കരുണ വർഷിക്കും. നമുക്ക് ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ കരുണയ്ക്ക് നാം പാത്രമാകുവാൻ ഏതാനും ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള നമ്മുടെ മനസ്സ്. പാപം ചെയ്യാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി ഉത്സാഹത്തോടെ അനുദപിച്ച് തിരിച്ചു വരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ, കടപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ബാറൂക്ക് 4-ാം അധ്യായം 27 മുതലുള്ള വചനങ്ങളുടെ സന്ദേശം അതാണ്. ജെറമിയ 3:12-22 നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിനക്ക് തെറ്റുപറ്റിയോ, അവിശ്വസ്തതയിലേക്ക് നീ പോയോ, തിരിച്ചു വരിക, തിരിച്ചു വരിക. ഇതാണ് കർത്താവ് നമുക്ക് നൽകുന്ന ക്ഷണം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മൾ പാപത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം. തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 17:24 മുതൽ വായിക്കുമ്പോൾ പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ കർത്താവ് അവസരം നൽകുന്നു. അനുതാപത്തിൻ്റെ കൃപ, പശ്ചാത്താപത്തിൻ്റെ കൃപ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുതാപത്തോടെ നുറുങ്ങിയ ഹൃദയത്തോടെ അങ്ങയുടെ പക്കലേക്ക് തിരിച്ചു വരുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 51:17 വചനത്തിൻ്റെ സന്ദേശവും അതാണ്. ഉരുകിയ മനസ്സ്, നുറുങ്ങിയ ഹൃദയം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദാനിയേൽ 3-ാം അധ്യായം 16 വചനം സൂചിപ്പിക്കുന്ന ഒന്നാണ് പശ്ചാത്താപ വിവശ ഹൃദയം. ഇതിനായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പാപപരിഹാര പ്രവൃത്തികൾ ചെയ്യാൻ നാം മനസ്സ് കാണിക്കുന്നത് ഒരുപാട് ആത്മീയ നന്മയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തും. ദൈവത്തിൻ്റെ കരുണയുടെ സമൃദ്ധി നമുക്ക് ലഭിക്കുന്നതിന് കാരണമാകും. പ്രഭാഷകൻ 3-ാം അധ്യായം 30 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദാനധർമ്മം നമ്മുടെ പാപത്തിന് പരിഹാരമാകുന്നൊരു കാര്യമാണ്. ദാനധർമ്മം, പറ്റുന്ന രീതിയിലെല്ലാം സൽപ്രവർത്തികൾ, ദാനധർമ്മം, ഇതൊക്കെ ചെയ്ത് ദൈവ കരുണയുടെ സമൃദ്ധിക്ക് നമ്മൾ യോഗ്യരാകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുമ്പസാരം എന്ന കൂദാശ. തെറ്റുപറ്റിയാൽ അനുദപിച്ച് നല്ല കുമ്പസാരം നടത്തണം. ദൈവകൃപ വീണ്ടെടുക്കാൻ അത് നമ്മെ സഹായിക്കും. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തിരിച്ചു വന്നവർ തിരിച്ച് നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പാപത്തിൽ നിന്ന് ദൈവകൃപയിലേക്ക് തിരിച്ചു വന്നവർ വീണ്ടും ആ പാപത്തിലെ
വഴികളിലേക്ക് തിരിച്ചു നടക്കരുത്. 2 പത്രോസ് 2-ാം അധ്യായം 20 മുതലുള്ള വചനങ്ങൾ പറയുന്നത്, തിരിച്ചു നടന്നാൽ നിന്റെ അവസ്ഥ പഴയതിനേക്കാൾ മോശമായി തീരും. നമുക്ക് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ആ തീരുമാനം. ജെറമിയ 7-ാം അധ്യായം 24-ാമത്തെ വചനം സൂചിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് നമ്മൾ പെരുമാറിയാൽ നമ്മുടെ നടപ്പ് മുമ്പോട്ടായിരിക്കില്ല, പിന്നോട്ടായിരിക്കും. അത് വരരുത്. കർത്താവേ, ആ വലിയ ബോധ്യത്തോടെ ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ സ്പർശനത്തിനായിട്ട്, ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച ഇവർക്ക് വേണ്ടതെല്ലാം അവിടുന്ന് നൽകി. അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മുമ്പോട്ടുള്ള ജീവിതം അങ്ങേക്ക് പ്രീതികരമാകട്ടെ. പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാതെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ ഇവരെ സഹായിക്കണമേ. ഇവരുടെ ശരീരത്തിന്, ഇവരുടെ മനസ്സിന്, ഇവരുടെ കുടുംബത്തിന് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ. ഇവരാർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ, എന്തെല്ലാം നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നോ, ആ നിയോഗങ്ങളെല്ലാം അവിടെ ഏറ്റെടുത്ത് കർത്താവെ അത് സഫലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, ഈശോയേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ.